determine the value of current I1. The value of current I1. Flowing in the circuit shown in the figure. ഇത് ചെയ്യാനുള്ള കറന്റ് I1 വാല്യൂ കണ്ടുപിടിക്കണം. സെയിം ക്വസ്റ്റ്യൻ തന്നെ എല്ലാവരും ചെയ്തു പോയിക്കോ. ഒട്ടും കിട്ടാത്തവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ബാക്കിയുള്ളവർ ചെയ്തു പോയിക്കോ. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇവിടെ ഒന്ന് ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാം. ആ സ്റ്റെപ്പ് ഒന്ന് നോക്കണേ. ഇവിടെ നോക്കിക്കേ, പോകുന്നത് ജംഗ്ഷനിലേക്ക് വരുന്നത് ആരാ? I3. ഇവിടുന്ന് പോകുന്നത് I1 ഉം I2. I3 ഈക്വൽ ടു I1 പ്ലസ് I2. ഓക്കെ, ഇനി ഇവിടെ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്താലോ? ഇങ്ങോട്ട് വരുന്നത് I1 ഉം I2 ഉം പോകുന്നത് I1 പ്ലസ് I2. I1 ഉം I2 ഈ ജംഗ്ഷനിലേക്ക് വരുന്നു. ഇവിടുന്ന് പോകുന്നത് I3. ഓക്കെ, ഇനി സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഓരോ ലൂപ്പ് കൺസിഡർ ചെയ്തു. ഫസ്റ്റ് ലൂപ്പ് ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഇവിടെ ഈ സെല്ലിന്റെ പോസിറ്റീവിൽ ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 1. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ലൂപ്പ് നമ്മൾ ഇവിടെ ഇതിന്റെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ എത്തുന്ന ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യാം. 2 ഇക്വേഷൻ കിട്ടും. അത്രയും ചെയ്ത് ഞാൻ ബാക്കി പറഞ്ഞുതരാം. കിട്ടുമോ നോക്കും. ഇതെന്തിനാണ് ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്ത് നിർത്തിയേക്കണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ കേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കാണിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം എന്തിനാ ചെയ്തേരാണ്. നേരത്തെ പോലെ എന്താ ചെയ്തു? ഇപ്പൊ ലൂപ്പ് ഇങ്ങനെ കൺസിഡർ ചെയ്തു. ഇവിടെ ഒരു ലൂപ്പ് തുടങ്ങട്ടെ. ഇങ്ങനെ പോട്ടെ. ഈ ലൂപ്പ് CFABC. അപ്പൊ എങ്ങനെ വരും? ഇവിടെ കൂടെ പോകുമ്പോഴത്തേക്കും ഈ ലൂപ്പ് നമ്മൾ നോക്കാം. ഇതിന്റെ പോസിറ്റീവ് ശ്രദ്ധിക്കണം. ഇതിന്റെ പോസിറ്റീവിൽ നിന്ന് ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണേ. ഒരു സെല്ലിൽ നിന്ന് പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. ഇവിടെ വരുന്ന ഫസ്റ്റ് റെസിസ്റ്റൻസ് ഏതാ? 20. അപ്പൊ 20 ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് I3. പിന്നെ ഈ ലൂപ്പ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി ഇവിടെ വരുന്ന അടുത്ത റെസിസ്റ്റൻസ് 30. 30ൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് I1. ഓക്കെ, ആ ലൂപ്പ് ഇവിടെ വന്ന് എൻഡ് ചെയ്യും. ഈക്വൽ ടു 20. ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് 2I3 പ്ലസ് 3I1 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് ലൂപ്പ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ ഓർക്കുക, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഇപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന മെത്തേഡ് പല മെത്തേഡായിരിക്കും. സ്കൂളിൽ പല മെത്തേഡായിരിക്കും പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഒരു സംഭവം ഉണ്ട്. അപ്പൊ നമ്മൾ ലൂപ്പ് കൺസിഡർ ചെയ്യാൻ വേണ്ടി ഒരു സെല്ല് ഉണ്ടെങ്കിൽ ആ സെല്ലിന്റെ പോസിറ്റീവിൽ നമുക്കൊരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ എടുക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മളിപ്പോ ഇതാണ് കൺസിഡർ ചെയ്തത്. ഈ ലൂപ്പ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തിരിച്ചെത്തുന്ന ഒരു ലൂപ്പ്, അത് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ഇവിടെ വരുന്ന ഫസ്റ്റ് റെസിസ്റ്റൻസ് ഏതാ? 20. അപ്പൊ ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറന്റ് എന്ന് പറഞ്ഞാൽ I3. അപ്പൊ ഞാൻ 20I3 എന്ന് എഴുതി. പിന്നെ ഈ ലൂപ്പ് നോക്കിക്കേ, സെയിം ഡയറക്ഷനിൽ തന്നെ. ഞാൻ ഈ പേനെ ഓടിക്കുന്ന ഡയറക്ഷനിൽ തന്നെയാണ് ഈ ആരോ മാർക്ക് എല്ലാം പോകുന്നത് അല്ലെ. പിന്നെ ഇവിടെ വരുന്ന അടുത്ത റെസിസ്റ്റൻസ് ഏതാ? 30 പ്ലസ് 30. ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് I1. ഇനി എന്റെ ഈ പേന ഓടിക്കുന്ന ഡയറക്ഷനിലല്ല ആരോ മാർക്ക് വരുന്നെങ്കിൽ നമ്മൾ എന്തിട്ട് കൊടുക്കുക? നെഗറ്റീവ് സൈഡ് ഇട്ട് കൊടുക്കുക. ആ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്തു. അവിടെ വരുന്ന വോൾട്ട് EMF എന്ന് പറയുന്നത് 20. അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടി. അതെഴുതി. ഇനി അടുത്ത നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അടുത്തൊരു ലൂപ്പ് നമ്മൾ ഇവിടെ നിന്ന്
സ്റ്റാർട്ട് ചെയ്യണേണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, സെല്ലിന്റെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് വരുന്ന റെസിസ്റ്റൻസ് ഏതാ? 20 I2 ഇങ്ങനെ പോകുന്നേ. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. ഡയറക്ഷൻ നോക്കിക്കേ, അടുത്ത ഈ ലൂപ്പിൽ വരുന്ന റെസിസ്റ്റൻസ് പറയുന്നത് 30 ആണ്. പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് അല്ലേ, നമ്മുടെ ലൂപ്പ് ഇങ്ങനെയാ പോകുന്നത്, പക്ഷെ ആരോ മാർക്ക് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് സൈൻ കൊടുക്കുക? മൈനസ് സൈൻ കൊടുക്കുക. 20 I2 മൈനസ് 30 I1. ആ ലൂപ്പ് ക്ലോസ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ 80. സിംപ്ലിഫൈ ചെയ്ത് 2 I2 മൈനസ് 3 I1 ഈക്വൽ ടു 8. ഇക്വേഷൻ നമ്പർ 2. ഇനി ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണം. മറ്റേ ഇത് CF-ന്റെ BA കൂടെയാണോ? ഫസ്റ്റ് ലൂപ്പ് ഇഷ്ടമുള്ള ലൂപ്പ് കൺസിഡർ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. ഞാനിപ്പോൾ കൺസിഡർ ചെയ്ത ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു സെല്ലിന്റെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തിരിച്ചെത്തുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ തിരിച്ചെത്തുന്ന ഒരു ലൂപ്പ് കൺസിഡർ ചെയ്ത്, അതാണ് ഫസ്റ്റ് ലൂപ്പ്. സെക്കൻഡ് ലൂപ്പ് കൺസിഡർ ചെയ്ത് ഈ ബാക്ക് നമ്മളിപ്പോ ഇങ്ങനത്തെ ലൂപ്പ് അല്ലേ, ഇങ്ങോട്ട് കയറിയിട്ടില്ലല്ലോ അടുത്ത ലൂപ്പ്. മനസ്സിലായോ? സെക്കൻഡ് കൺസിഡർ ചെയ്ത് ഇവിടെ ഈ ഡി ബി എ ഈ ഒരു ലൂപ്പാ കൺസിഡർ ചെയ്തത്. ഈ ലൂപ്പ് കൺസിഡർ ചെയ്താലും മതി. ഫൈനൽ ആൻസറിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പം ഏതാ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് നോക്കിക്കേ, ഈ രണ്ട് ഇക്വേഷനും നമുക്ക് സോൾവ് ചെയ്യണം. നോക്കിക്കേ, 2I3 പ്ലസ് 3I1 ഈക്വൽ ടു 2. അടുത്തത് 2I2 മൈനസ് 3I1 ഈക്വൽ ടു 8. ഇത് രണ്ടും സോൾവ് ചെയ്യണം. ഇത് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ നോക്കിയപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 3I1 പോയി. പക്ഷെ നോക്കിക്കേ, I3 I2 അല്ലേ ഇവിടെ കിടക്കുന്നത്. എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജംഗ്ഷൻ റൂളോടൊന്ന് അപ്ലൈ ചെയ്യുക. I3 എന്ന് പറയുന്നത് I1 പ്ലസ് I2 ആണ് അല്ലേ. അപ്പൊ അതുകൊണ്ടൊന്ന് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. I3യുടെ പ്ലേസിൽ ഇതുകൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? 2 ഇൻറ്റു I3യുടെ പ്ലേസിൽ നമ്മൾ I1 പ്ലസ് I2 ഇട്ട് കൊടുക്കുക. I1 പ്ലസ് I2 പ്ലസ് 3I1 ഈക്വൽ ടു 2. അപ്പൊ എങ്ങനെ വന്നു? 2I1 പ്ലസ് 2I2 മൈനസ് 3 ഇതിലായിട്ട് കൊടുക്കുക. I3ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 2I1 പ്ലസ് 2I2 പ്ലസ് 3I1 ഈക്വൽ ടു 2I1 പ്ലസ് 3I1 ഈക്വൽ ടു 5I1 പ്ലസ് 2I2 ഈക്വൽ ടു തെറ്റിപ്പോയോ? 2I1 പ്ലസ് 2I2 സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. അപ്പൊ ഫസ്റ്റ് ഇപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ മോഡിഫൈ ചെയ്ത് ഇതെഴുതി. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യാല്ല. 5I1 പ്ലസ് 2I2 ഈക്വൽ ടു 2, 2I2 മൈനസ് 3I1 ഈക്വൽ ടു 8. അതിനെ സോൾവ് ചെയ്യാലോ. ഇത് കഴിഞ്ഞില്ലേ ഇത്രയും? പറഞ്ഞുതരാം. 5I1 ഇവിടെ വരെ കൺഫ്യൂഷൻ ഉണ്ടോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷൻ കിട്ടിയത് മനസ്സിലായി? 5I1 പ്ലസ് 2I2 ഈക്വൽ ടു 2 മൈനസ് 3I1 മൈനസ് 6/8 എന്ന് കിട്ടും. നോക്ക്, കിട്ടാൻ അറിയാൻ പറഞ്ഞുതരാം. I1ന്റെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ക്വസ്റ്റ്യൻ എന്താണ്? I2 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 നമ്മൾ 2 സബ്ട്രാക്ട് ചെയ്യണേ. 5
5y1 plus 2y2 equal to 2. നമ്മൾ മറ്റേ ഇക്വേഷൻ എവിടെയാണ് എഴുതിയത്? പ്ലസ് വരുന്നതല്ല. ചേഞ്ച് ആയിട്ട് അപ്പോൾ മൈനസ് വരുമല്ലോ. അപ്പോൾ മൈനസ് വരും. അപ്പോൾ മൈനസ് 3y1 പ്ലസ് 2y2 equal to 8. അപ്പോൾ സോൾവ് ചെയ്യുന്നത് കിട്ടിയാൽ I2 9/4 ആണ്. I2 9/4 ആണ്. സെക്കൻഡ് I1 minus 5. ഓക്കെ ആയില്ലേ? സോൾവ് ചെയ്തില്ലല്ലോ. ഫൈവ് y1 plus 2y2 equal to 2. അത് നമുക്ക് ഇനി വേറെ ഇക്വേഷൻ നമ്മൾ എടുത്തു വെച്ചത് എവിടെ? ഇതിന് മുമ്പ് അടുത്ത ഇക്വേഷൻ ഇതിനെ പ്ലസ് 3y1 തിരിച്ചു സെയിൽ തിരിച്ചു വെച്ചു. പോസിറ്റീവ് ഫസ്റ്റ് റെസിസ്റ്റൻസ് കഴിഞ്ഞു. അവിടെ ഇങ്ങനെ പോകുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ ആരുടെ ഡയറക്ഷൻ മാറി. മൈനസ് വരും, നെഗറ്റീവ് വരും. മനസ്സിലായി? ഇവിടെ മൈനസ് വരും. മൈനസ് വരുമ്പോൾ അത് നമ്മൾ 22y2 മൈനസ് 3y1. അപ്പോൾ മൈനസ് 3y1 പ്ലസ് 2y2 ഈക്വൽ ടു 8. ഫസ്റ്റോട്ട് പറഞ്ഞത് അതിനായിട്ട് സോൾവ് ചെയ്താൽ എന്താ 5/4? നിങ്ങൾ 5/4 മൈനസ് 5 കിട്ടി. എങ്ങനെ ഈ ലൂപ്പ് ഒക്കെ അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലൂപ്പാണ്. ലൂപ്പ് കൺസിഡർ ചെയ്ത് മനസ്സിലായി. ഇപ്പോൾ ഇപ്പൊ നമ്മളിങ്ങനെ രണ്ട് ഇക്വേഷൻ വന്നു. ഫസ്റ്റ് നമുക്ക് രണ്ട് ഇക്വേഷൻ വന്നില്ല, അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ലൂപ്പാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ജംഗ്ഷൻ റൂൾ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് വെച്ചേക്ക്. വേണ്ട ആവശ്യമില്ലെങ്കിൽ യൂസ് ചെയ്യണം. ഇപ്പൊ ആവശ്യം വരുന്ന കേസിൽ മാത്രം ഇട്ട് കൊടുക്കണം. പല പല കേസ് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ടൈം കൂടെ ചെയ്യിപ്പിച്ചത്. കിട്ടിയില്ല? കിട്ടിയാ? ഇത് കിട്ടിയാ? കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ ചെയ്താൽ മതി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ
ഒരു ലൂപ്പ് വന്നു. അപ്പോൾ ഇവിടെയാണ് റെസിസ്റ്റൻസ് വന്നത്. റെസിസ്റ്റൻസിന്റെ വാല്യൂ എടുത്തുകൊണ്ട് റെസിസ്റ്റൻസ് വന്നിട്ട് ആ റെസിസ്റ്റൻസിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എടുക്കുക. ഇങ്ങനെ ലൂപ്പ് ഇങ്ങനെ പോകും. കറക്റ്റായിട്ട് ആരോ മാർക്കും കറക്റ്റായിട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടില്ല. അവിടെ തന്നെ ഇക്വലൻസ് കിട്ടും. ഇങ്ങനെ വന്ന് ഇവിടെ എൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തിരിച്ചെടുക്കുന്ന ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യും. ആ രണ്ട് ഇക്വേഷൻ ഡയറക്റ്റ് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ കിട്ടും. ഏറ്റവും സിംപ്ലസ്റ്റ് ക്വസ്റ്റനാണ് കഴിഞ്ഞ ക്വസ്റ്റൻ തന്നത്. കിട്ടിയാ അത് എല്ലാ കേസിലും അപ്ലൈ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ ഫസ്റ്റ് ചെയ്തപ്പോൾ തന്നെ സിമിലർ ആയിട്ടാണ് കിട്ടിയെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാറുണ്ടോ വെച്ചാൽ സിമിലർ ആയിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏത് ചെയ്ത് സോൾവ് ചെയ്ത് കണ്ടത്. നമുക്ക് ഇത് രണ്ട് സിമിലർ ആയിട്ട് ഇല്ല. ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ജംഗ്ഷൻ കൂടെ അപ്ലൈ ചെയ്ത് വെച്ചാൽ ഫസ്റ്റ് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യണം. സെന്റിന്റെ പോസിറ്റീവിൽ സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എൻഡ് ചെയ്യുന്ന ഒരു കേസാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ പോസിറ്റീവിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് വരുന്ന റെസിസ്റ്റർ 20, അതിന്റെ അക്രോസ് ഫ്ലോ ചെയ്യുന്നത് I3, 20 I3. ഇനി എന്നിട്ട് ചെയ്യുന്ന പോകുന്ന ഡയറക്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തിരിച്ചെത്തുന്ന ലൂപ്പല്ല. എൻ്റെ ആരോമാർക്ക് എല്ലാം സെയിം ഡയറക്ഷനിൽ തന്നെയാണ്. അടുത്ത വന്ന റെസിസ്റ്റൻസ് 30, ആ 30ന്റെ അക്രോസ് ഫ്ലോ ചെയ്യുന്ന കറന്റ് I1. അതിങ്ങനെ പോകുന്ന എൻ്റെ ആരോമാർക്ക് എല്ലാം കറന്റ് ഡയറക്ഷനിൽ തന്നെ ഇവിടെ തന്നെ തിരിച്ചെത്തുന്നത് ഈക്വൽ ടു 20. ഇനി അടുത്ത ലൂപ്പ് ഇതിന്റെ പോസിറ്റീവിൽ സ്റ്റാർട്ട് ചെയ്ത് വേണം. ഇതിന്റെ അടുത്ത ലൂപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തിരിച്ചെത്തുന്ന ലൂപ്പ് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ പോസിറ്റീവിൽ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ എത്ര ലൂപ്പ് അടുത്ത ഇവിടെ സ്റ്റാർട്ട് ചെയ്തേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുത്തത് 20 I2 ആണ് അവിടെ ഫ്ലോ ചെയ്യുന്നത്. ഇങ്ങനെ പോകും. പക്ഷെ നോക്കിയിട്ട് മൈനസ് ഇവിടെ എത്തിയപ്പോൾ I1 സ്പെഷ്യൽ നമ്മൾ മനസ്സിലായി. ഇനി നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്താൽ 2I3 + 3I അടുത്ത ദിവസം എഴുതിക്കോ. പിന്നെ മീറ്റർ ബ്രിഡ്ജ് ഇങ്ങനത്തെ meter bridge. The null point is found at a distance of. Now the null point is found at a distance of 40 centimeter. 40 centimeter from A. If a resistance of 12 ohm is connected in parallel with S. The null point occurs at 50 centimeter. 50. The null point occurs at 50 centimeter. The null point occurs at 50 centimeter. 50. Speed ആണ് ഒന്നുകൂടെ പറയണം. In a meter bridge, the null point is found at a distance of 40 centimeter from A. If a resistance of 12 ohm is connected in parallel with S. The null point occurs at 50 centimeter. 50. From A. 50 centimeter from A. Determine the value of R and S. Okay, എഴുതിയാ? അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയേ. ചെയ്യാൻ പറ്റുമോ നോക്കിയോ?
മീറ്റർ ബ്രിഡ്ജിന്റെ പടം വരക്കണേ, ഒന്ന് വരച്ചു കിട്ടുമോ നോക്കട്ടെ. അത് രണ്ട് എല്ലാം ഒരു വര വരച്ചാൽ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം, അറിയാമോ നോക്കാം. ഓർമ്മയുണ്ടോ എങ്ങനെ പഠിച്ചത്? ഓർമ്മയുണ്ടായില്ല പഠിച്ചത്? ഇതിന്റെ വർക്കിംഗ് പറയാം. ഇതെങ്ങനെ നമ്മൾ പഠിച്ചത് വർക്കിംഗ് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞാൽ കുറെ പ്രാവശ്യം പറഞ്ഞു. കണക്ഷൻ ഇങ്ങനെ വെച്ച് ഇതൊക്കെ അറിയാലോ. രണ്ട് എൽ ഷേപ്പിലുള്ള കോപ്പർ സ്ട്രിപ്പ് ഉണ്ട്, നടുക്കൊരു കോപ്പർ സ്ട്രിപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഗ്യാപ്പ് 1, ഇവിടെ ഒരു റെസിസ്റ്റൻസ് R, ഇവിടെ ഒരു റെസിസ്റ്റൻസ് S. R നോൺ ആണ്. ഇതിന്റെ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടൊരു സ്ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ്. ഇത് നമ്മൾ എന്താ പറയുക, ഇത്രയും കണക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗാൽവനോമീറ്ററിന്റെ ഈ അറേഞ്ച്മെന്റ്, ഈ ഒരു സ്ലൈഡ് അറേഞ്ച്മെന്റ് ഉള്ളത് പോയിന്റ് എയിലും പോയിന്റ് ബിയിലും വെച്ച് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എയിൽ വെക്കുമ്പോഴത്തേക്കും ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഇങ്ങനെയാണെങ്കിൽ പോയിന്റ് ബിയിൽ വെക്കുമ്പോൾ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കണക്ഷൻ ഓക്കെയാണ്. ഓക്കെ, ഓർമ്മയുണ്ടോ ഇതൊക്കെ പറഞ്ഞോ? ഇവിടെ പറയണമെന്ന് ഓർമ്മിക്കാൻ വേണ്ടി. ഇവിടെ ടച്ച് ചെയ്യുക, ഇവിടെ ടച്ച് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കുമെങ്കിൽ കണക്ഷൻ കറക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാലൻസിംഗ് ലെങ്ത് കണ്ടുപിടിക്കും. ഇവിടെ ഏതോ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ റിയോസ്റ്റാറ്റ് ആണെങ്കിൽ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എല്ലാ പോയിന്റിലും ടച്ച് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ ഗാൽവനോമീറ്ററിന്റെ റീഡിങ് 0 ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ആ ഒരു ലെങ്ത് ആണ് നമ്മുടെ ബാലൻസിംഗ് ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ഓർക്കുക. ഇനി ആ ക്വസ്റ്റ്യൻ എന്ന് വായിച്ചാൽ, ഇൻ എ മീറ്റർ ബ്രിഡ്ജ് ദ നൾ പോയിന്റ് ഈസ് ഫൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 40 സെന്റിമീറ്റർ ഫ്രം എ. അപ്പൊ നൾ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നൾ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? നൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗാൽവനോമീറ്റർ 0 ആക്കുന്ന ആ പോയിന്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് 40 സെന്റിമീറ്റർ ദൂരെ എന്താ പറയുന്നത്? അപ്പൊ എയിൽ നിന്ന് 40 സെന്റിമീറ്റർ എല്ലാണ്. അപ്പൊ 40 കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇക്വേഷൻ അറിയാം. ഇക്വേഷൻ എന്താ പഠിച്ച? R/S is equal to L divided by 100 minus L. ഓക്കെ, എസിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ R നോൺ ആണ്, എസിന്റെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലാണ് എസിന്റെ ടേംസിലേക്ക് നമ്മൾ ഇക്വേഷൻ മാറ്റണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ ആറിന്റെ വാല്യൂ കാണണം, എസിന്റെ വാല്യൂ കാണണം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് R ആൻഡ് S, രണ്ടിന്റെ വാല്യൂ നമുക്ക് കാണണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് തന്നിരിക്കുന്ന ഒന്നും അറിയില്ല, ഇത്രയും നോക്കാം. ഇപ്പൊ നമുക്ക് ഈ പോയിന്റ് നൾ പോയിന്റ് വന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. അപ്പൊ 40 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ R/S is equal to L. Lന്റെ വാല്യൂ ആണ് എത്ര കിട്ടിയത്? 40 divided by 100 minus 40, that's equal to 40/60. Okay, equal to 2/3. അപ്പൊ R/S ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? R/S is equal to 2/3. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, R/S is equal to 2/3. ഇത്രയും ചെയ്യാല്ല, ഇത്രയും കാര്യം ഡയറക്റ്റ് ആണ്, എല്ലാം തന്നിട്ടുണ്ട്. ഇത്രയും നമുക്ക് ചെയ്തു പോകാം. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ഓഫ് 12 ഓം. ഇപ്പൊ ആറിന്റെയും എസിന്റെയും വാല്യൂ ഇവിടെ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു റേഷ്യോ കണ്ടുപിടിച്ച് വെച്ചു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇപ്പൊ റെസിസ്റ്റൻസ് ഓഫ് 12 ഓം ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് എസ്. എസിന് പാരലൽ ആയിട്ട് ഒരു 12 ഓം കണക്ട് ചെയ്യുന്ന പറയുന്നത്. എസിന് പാരലൽ ആയിട്ട് ഒരു
the null point occurs at 50 centimeter. അപ്പോൾ S ന് പാരലൽ ആയിട്ട് ഒരു 12 ohm വെച്ച് കഴിഞ്ഞപ്പോൾ null point 40 ന്ന് മാറി എങ്ങോട്ടായി 50 ലേക്ക് മാറി. അപ്പോൾ ഇവിടെ നോക്കിക്കേ ഇവിടെ S ഉണ്ട് 12 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ നമുക്ക് എഫക്റ്റീവ് കാണാനല്ല, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനല്ല. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഞാനിപ്പോൾ S ഡാഷ് എന്ന് പറഞ്ഞ് എടുക്കണേ. S ഡാഷ് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പാരലൽ ആയിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? അത് സീരീസ് ആണ് 1/r പാരലൽ ആണല്ലോ. ഓക്കേ നമ്മൾ ഉദ്ദേശിച്ച മറ്റേതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എങ്ങനെ വരും എഴുതിക്കേ? 12 into S divided by 12 plus S. കറക്റ്റ് ആണ് ഇവിടെ. ഓക്കേ, ഇനി എന്താ ചെയ്യാം? നൾ പോയിന്റ് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 50 സെന്റിമീറ്റർ ആയിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ചെയ്യാൻ പറ്റുമോ നോക്കിയേ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് അവിടെ നിൽക്കട്ടെ, ജസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതേ ഉള്ളൂ. ഇവിടെ നൾ പോയിന്റ് എത്രയായി? നൾ പോയിന്റ് എത്രയിലേക്ക് മാറി? 40 നിന്ന് 50 മാറി. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? L50 എടുത്ത് ചെയ്തപ്പോൾ എങ്ങനെ വരും? അല്ല R = 1. ഓക്കേ, R/S1 എഫക്റ്റീവ് കണ്ടുപിടിച്ച് S1 equal to L divided by 100 minus L. R/S1 equal to L. L ന്റെ വാല്യൂ എത്ര എടുത്താ? 50 by 100 minus 50 equal to 1. ഓക്കേ, ഇനി നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും കൂടി റേഷ്യോ എടുക്കാൻ പോകണം. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. R/S1 equal to 1. R/S equal to 2/3 divided by R/S1 equal to 1. S/S dash equal to 2/3. Okay. Okay, ഇതിൽ നിന്ന് നമുക്ക് S dash equal to 2/3 S എന്ന് എഴുതി. S dash equal to 2/3 S എന്ന് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്ത് അപ്പോഴാണ് നമുക്ക് കിട്ടിയത്. R ക്യാൻസൽ ആയി ബാക്കിയുള്ള S/S dash equal to 2/3. അതിൽ നമ്മൾ S dash equal to 2/3 S എന്ന് എഴുതി. 3/2 S. 2/3 S dash equal S equal to 2/3 S അല്ല. 3/2 ആണ് സർ. C equal to ഓക്കെ 3/2 S വെച്ച് ചെയ്തോ. ഇനി കണ്ടിന്യൂ ചെയ്തോ. ഇതിൽ കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എസിന്റെ വാല്യൂ എസ് ഡാഷിന്റെ വാല്യൂ കിട്ടും, ആറിന്റെ വാല്യൂ കിട്ടും. സോറി, അപ്പൊ എസിന്റെ വാല്യൂ ആറിന്റെ വാല്യൂ കിട്ടും.
എസ് ഡാഷ് ഈക്വൽ ടു 3/2 തന്നെ വരും. തിരിഞ്ഞാണ് വരുന്നതെങ്കിലാണ് ഡിവൈഡ് ചെയ്തത് ഫ്രാക്ഷൻ തിരിച്ചാണ്. ഏതാണ്? എസ് ഡാഷ്. ഇത് എസ് ഡാഷ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എസ് ഡാഷിന്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് ക്യാൻസൽ ചെയ്ത് എസ് കണ്ടുപിടിച്ചാൽ ഓക്കെ. ഇവിടെ ഞാൻ റേഷ്യോ എടുത്ത് തിരിഞ്ഞു പോയതാണ്. നേരെ തിരിച്ചു വന്നാൽ ratio S dash by S is equal to 2/3. S dash equal to 2/3 S എന്ന് തന്നെ ചെയ്തു. ഞാൻ എഴുതിയത് തെറ്റിപ്പോയതാണ്. ആ ടെക്സ്റ്റിലുള്ളത് തന്നെ നമുക്ക് ഫോളോ ചെയ്യും. സെയിം ക്വസ്റ്റ്യൻ തന്നെ ടെക്സ്റ്റിലുള്ളത് 2/3 തന്നെ. ഞാൻ റേഷ്യോ എടുത്തത് തിരിഞ്ഞു പോയി. ഫസ്റ്റ് എടുക്കേണ്ടത് റേഷ്യോ എടുത്തത് മാറിപ്പോയി. 3/2 ആണ്. ഇത് തന്നെ എടുത്താൽ S dash equal to 2/3 S സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേ. റേഷ്യോ എടുത്താൽ മാറിപ്പോയി. ടെക്സ്റ്റ് അതിലുള്ള ബുക്ക്ലെറ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇനി ആ ഇക്വേഷൻ കണ്ട എസ് ഡാഷിന്റെ ഇക്വേഷനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2/3 S ഈക്വൽ ടു ക്യാൻസൽ ചെയ്യാമല്ലോ. ഇത് രണ്ടു ഈ രണ്ട് ക്വാഡ്രാറ്റിക് ഫോമിൽ 2/2 S അപ്പോൾ 3/2 12/2 2/3 S equal to SS പോയിട്ടുണ്ടെങ്കിൽ പിടിപ്പത്തല്ലേ പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് വെച്ച് സോൾവ് ചെയ്താൽ പോലെ. ഇതെന്തായാലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ കട്ട് ചെയ്യാം. റേഷ്യോ എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. R by S അല്ലേ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചത്. R by S divided by R by S dash. 2/3 S അത് കറക്റ്റാ. ഞാൻ എടുത്തത് തിരിഞ്ഞു പോയെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ എടുത്ത രീതി ഞാൻ എഴുതിയത് കറക്റ്റാ. പക്ഷെ ഞാൻ പറഞ്ഞത് തിരിച്ചായിരുന്നു. ഞാൻ പറഞ്ഞത് കറക്റ്റാ. കറക്റ്റാ. ഞാൻ എന്താ ഉദ്ദേശിച്ചത് ഇവിടെ ഞാൻ എഴുതിയ രീതിയിലാണെങ്കിൽ 3/2 വരുള്ളായിരുന്നു. കറക്റ്റ് സെബിന്റെ കറക്റ്റ് ആയിരുന്നു. 4/6 അല്ലേ കിട്ടിയത്. ഞാൻ അത് പറഞ്ഞു. ആൻസർ കിട്ടിയത് പറഞ്ഞില്ലല്ലോ. മീറ്റർ ബ്രിഡ്ജിന്റെ ക്വസ്റ്റ്യൻസ് ഏകദേശം ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ഇതിലും സിമ്പിൾ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യിപ്പിച്ചത് മീറ്റർ ബ്രിഡ്ജിൽ. കിട്ടിയാ
ഇവിടെ ചെയ്തോ ഇവിടെ ഒന്ന് ചെയ്യാം ഇവിടെ ചെയ്യാനല്ല വെട്ടിപ്പോയിട്ട് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ അടുത്ത ചാപ്റ്റർ തുടങ്ങാൻ പോകണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞ് പ്രോഗ്രസ് ചെയ്യിച്ചു പോയിട്ട് കാര്യമില്ല. ടൈം കിട്ടുമെങ്കിൽ ഒരു ദിവസം നമുക്ക് ചെയ്യാം. അല്ലാതെ നമ്മൾ ഇത് വെച്ചിരുന്നിട്ട് കാര്യമില്ല. Question number 81. ആ ബുക്കിൽ ചെയ്ത് നോക്കണേ. Question number 81. 86. ഹോംവർക്കാണ്. ആ ചെയ്ത് നോക്കണേ. 88. ഇത് മൂന്നും ചെയ്ത് നോക്കണം കേട്ടോ. 81 പുതിയ ചാപ്റ്റർ ഞാൻ മറ്റേ 88, 81, 86, 88. പുതിയ ചാപ്റ്റർ കൂടി നല്ല പേജ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇത് വരക്കാൻ പഠിക്കണം കേട്ടോ. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം അതാണ് അടുത്ത ചാപ്റ്റർ. ഫസ്റ്റ് രണ്ട് ചാപ്റ്റർ നമ്മൾ പഠിച്ചപ്പോൾ ചാർജ് എങ്ങനെയായിരുന്നു? ചാർജ് മൂവിംഗ് ആയിരുന്നു? ഇല്ല, ചാർജ് റെസ്റ്റിലായിരുന്നു. ചാപ്റ്റർ 3യിലേക്ക് നമ്മൾ വന്നപ്പോൾ ചാർജ് ഫ്ലോ ചെയ്യുന്ന കാര്യം പഠിച്ചു. ഇവിടെയാണ് ഈ ചാപ്റ്ററിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മൂവിംഗ് ചാർജ് മാഗ്നറ്റിസം അതിനെപ്പറ്റി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ചാർജ് റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജ് എന്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ്. ഇനി മൂവിംഗ് ചാർജ് ആണെങ്കിലോ മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ നമ്മൾ പറയും ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ചാർജ് റെസ്റ്റിലാണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മൂവിംഗ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എഴുതിക്കോ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഒരു കാര്യം, ചാർജ് റെസ്റ്റിലായിരിക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു പറയും. ഇനി ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണെങ്കിൽ അത് എന്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അത് മൂന്നൊന്ന് എഴുതി വെച്ചു. ഫസ്റ്റ് അത് എഴുതാം, അതിലേക്ക് തുടങ്ങാം. ചാർജസ് അറ്റ് റെസ്റ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്. മൂവിംഗ് ചാർജ് വിൽ പ്രൊഡ്യൂസ് charge will produce both electric field and magnetic field. Current carrying conductor produce magnetic field only. Current carrying conductor will produce magnetic field only.
കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതുപോലെ തന്നെയാണ് ഇവിടെ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് തുടങ്ങിയപ്പോൾ നമ്മൾ എന്തെന്നാ തുടങ്ങിയത്? ഇലക്ട്രിക് ഫീൽഡ് എന്താന്ന് പഠിച്ചു, ചാർജ് എന്താന്ന് പഠിച്ചു, അങ്ങനെയല്ലേ നമ്മൾ പോയത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്. കമ്പയർ ചെയ്ത് വേണം ഈ രണ്ട് ചാപ്റ്റർ ഇനി വരുന്നത്. ഇപ്പൊ മൂവിങ് ചാർജും അത് കഴിഞ്ഞ അടുത്ത ചാപ്റ്റർ മാഗ്നറ്റിസം, ഇത് രണ്ടും കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിച്ചതുപോലെ തന്നെ സെയിം കാര്യങ്ങളായിരിക്കും ഇവിടെ പഠിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ചത് ഫുള്ള് ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയാണെങ്കിൽ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫുള്ള് മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയാണ്. അപ്പൊ ഈ ചാപ്റ്റർ എല്ലാം എടുത്തു കഴിയുമ്പോൾ പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി പഠിക്കുമ്പോൾ തന്നെ അവിടെ ഓപ്പോസിറ്റ് ഇലക്ട്രിക് ഫീൽഡിൽ എന്താണ് സംഭവിക്കുന്നത് ഓർക്കുക. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് അങ്ങനെ പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ കൂളോംസ് ലോ പഠിച്ചില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഒരു ബയോട്ട് സാവാർട്സ് ലോ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് എഴുതിക്കും. ഓക്കെ, ഞാൻ പറയാം. മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഈസ് എ റീജിയൻ സറൗണ്ടിങ് എ മാഗ്നറ്റ്. എഴുതണം കേട്ടോ, അത് നോട്ടിൽ ഉണ്ട് എഴുതണം. It is a region surrounding to a magnet. It is a region surrounding to a magnet within which another magnet experience force. Another magnet experience force. രണ്ട് മാഗ്നറ്റ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചതുപോലെ തന്നെ നോക്കാം. മാഗ്നറ്റ് തമ്മിലും അട്രാക്ഷൻ റിപ്പൽഷൻ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു മാഗ്നറ്റ് അതിനടുത്ത് കൊണ്ടുവന്ന് നമ്മളൊരു മാഗ്നറ്റ് വെച്ച് അപ്പൊ ഇത് തമ്മിലുള്ള ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയൻ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. ഇപ്പൊ രണ്ട് മാഗ്നറ്റ്സ് നമ്മൾ അടുപ്പിച്ച് വെച്ച് അടുത്താണ് നിൽക്കുന്നതെങ്കിൽ അത് അട്രാക്ട് ചെയ്യും. പക്ഷെ ഒരു മാഗ്നറ്റ് ഇവിടെ ഒരു മാഗ്നറ്റ് അവിടെ കൊണ്ടേ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിന്റെ ഫീൽഡ് ഇവിടെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അടുത്ത് കൊണ്ടുവന്നാൽ മാത്രമല്ല അട്രാക്ട് ചെയ്യുള്ളൂ രണ്ടും. അപ്പൊ ആ ഒരു റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, യൂണിറ്റ് ടെസ്ല. Biot-Savart's law. മെറ്റീരിയലുണ്ട് Biot-Savart's law. Okay, Biot-Savart's law നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. മറ്റേതിൽ കൂളംസ് ലോ ആണ് പഠിച്ചെങ്കിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് Biot-Savart's law. ഇതും രണ്ടും കമ്പാരിസൺ ചോദിക്കാറുണ്ട് എക്സാം. രണ്ട് ചാപ്റ്ററിൽ നിന്ന് കമ്പാരിസൺ ആയിട്ട് ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ Biot-Savart's law പറയുമ്പോൾ നമുക്ക് ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ കൺസിഡർ ചെയ്തിട്ട് ഓക്കെ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഓക്കെ, അപ്പോൾ ഇതിന്റെ ചുറ്റും എന്ത് എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും ഇല്ല. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എന്ത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്. അപ്പൊ ഇതിന് ചുറ്റും എന്തുണ്ടെന്നാ ഞാൻ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇവിടെ ഈ ഒരു റീജിയനിലായിട്ട് ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യണം. അതിനെ ഞാൻ പി എന്ന് കൊടുത്തു. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ ചെയ്തതുപോലെ തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് സെയിം തന്നെ കൂളംസ് ലോ ഡിറൈവ് ചെയ്ത് എങ്ങനെയാന്ന് നോക്കുന്നുണ്ടോ? ഓക്കെ, കൂളംസ് ലോ ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഒരു പൊസിഷൻ കണ്ടുപിടിച്ച് ആ പോയിന്റ് ഇട്ടത് ചെയ്തില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ ഉണ്ട് ക്യാരിയിങ് കറന്റ് ആയി ആ ഒരു റീജിയൻ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഞാൻ ഇവിടെ ജസ്റ്റ് കാണിച്ചേക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന മനസ്സിലായില്ലേ? ഇവിടെ ഒരു പോയിന്റ് പി എന്ന് കൊടുത്തു. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർ ആയിട്ട് എടുത്ത് ഇനി ഈ കണ്ടക്ടറും ഈ ഒരു പൊസിഷനും തമ്മിലുള്ള ആംഗിൾ ഞാൻ തീറ്റ ആയിട്ട് കൊടുത്തു. ഇത് ഇത്രയും വരച്ച് വെച്ച്
ക്യാരിയിങ് കണ്ടക്ടറിൽ നമ്മളൊരു പോയിന്റ് കണ്ടുപിടിച്ച് ഇനി ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇവിടുത്തെ ഒരു ഡിസ്റ്റൻസ്, ചെറിയ ഡിസ്റ്റൻസ് DL എന്ന് പറഞ്ഞ എടുത്തു. ഓക്കെ, DL എന്ന് പറഞ്ഞ ഒരു ചെറിയ ഡിസ്റ്റൻസ് എടുത്ത് അപ്പൊ ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് DL ആണെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് തന്നെയായിരിക്കും? ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ബയോട്ട്-സാവർട്ട്സ് ലോ എന്ന് പറയുമ്പോൾ. ജസ്റ്റ് ഈ ഡയഗ്രാം ഒന്ന് മനസ്സിലേക്ക് വരിക. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ കൺസിഡർ ചെയ്തു, അതിന് ചുറ്റും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിലൊരു പോയിന്റ് P നമ്മൾ കൺസിഡർ ചെയ്തു. ഈ ഐയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ R ആയിട്ട് എടുത്തു. ഇത് തമ്മിലുള്ള തീറ്റ ആംഗിൾ ഞാൻ തീറ്റ ആയിട്ട് കൊടുത്തു. ഒരു ചെറിയ ഡിസ്റ്റൻസ് DL കൺസിഡർ ചെയ്തു. അപ്പൊ ഈ DL പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും? ഒരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി എഴുതി കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. The magnitude of magnetic field at any point, the magnitude of magnetic field at any point around the current carrying conductor the magnitude of magnetic field at any point around the current carrying conductor. അപ്പോൾ നമ്മൾ പറഞ്ഞു DL ചെറിയ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്ത് ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ്. അതിനെ ഞാൻ DB എന്ന് കൊടുക്കും. The magnitude of magnetic field around the current carrying ആണ് ഞാൻ തിയറി പറയാൻ പോണ. കറക്റ്റ് ശ്രദ്ധിക്കണേ. The magnitude of magnetic field around the current carrying conductor is directly proportional to current I. അതാണ് ഫസ്റ്റ് വൺ. Is directly proportional to current I. ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് is directly proportional to current I. ഓക്കെ, എഴുതിക്കോളൂ. DB is directly proportional to I. DB എന്താന്ന് മനസ്സിലായില്ല? DB എന്താ? Magnetic field is directly proportional to current I. First one. Current I. ഇനി അടുത്തത് magnitude of magnetic field around the current carrying conductor is directly proportional to length of the conductor. Length of the conductor നമ്മൾ എന്തായിട്ട് എടുത്തത്? Length of the conductor DL. Length of the conductor DL. എഴുതിയാ? അടുത്ത പോയിന്റ് എഴുതിയാ? ഫസ്റ്റ് വൺ മാഗ്നിറ്റ്യൂഡ്, മാഗ്നറ്റിക് ഫീൽഡ് കറന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അടുത്തത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ DL നമ്മൾ കൺസിഡർ ചെയ്ത് അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അടുത്തത് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. സൈൻ തീറ്റ എന്താണ്? ബ്രാക്കറ്റിൽ എടുക്കോ. ആംഗിൾ ബിറ്റ്വീൻ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആൻഡ് പോയിന്റ്. കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ അല്ലേ ഇത്? കണ്ടക്ടർ തീറ്റ, തീറ്റയാണ് സൈൻ തീറ്റ. കറന്റ് ക്യാരിയിങ് കണ്ടക്ടറും അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ പോയിന്റ് തമ്മിലുള്ള ആംഗിൾ അല്ലേ നമ്മൾ എടുത്തേക്കുന്നത്? ഈ പോയിന്റ് ആണ് നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചത്. ഇത് ബ്രാക്കറ്റിൽ എഴുതിക്കോട്ടാ. DB proportional to sin theta of angle between current carrying conductor and point. Angle between current carrying conductor and point. Point എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയനിലുള്ള ഒരു പോയിന്റ് B. ഓക്കെ, അടുത്തത് DB is inversely proportional to square of distance between them. DB is inversely proportional to square of distance between them. ഓക്കെ, ഇത് നാലും എഴുതിയാലേ ബയോട്ട്-സാവർട്ട്സ് ലോ കംപ്ലീറ്റ് ആകുള്ളൂ. ഇതിൽ ഒരെണ്ണം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർന്നു. നാലും എഴുതണം കറക്റ്റ്. അതാണ് ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഇത് വരച്ച് വെച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല, പക്ഷെ തിയറി കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടാ. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞ ബയോട്ട്-സാവർട്ട്സ് ലോ എന്താ പറയുന്നത്? First one, the magnitude of magnetic field of a current carrying conductor is directly proportional to current I, and it is directly proportional to length of the conductor DL. It is
to sin theta of angle between current carrying conductor and point, and it is inversely proportional to 1 by r square. ഇത് കൂളംസ് ലോയിൽ ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ പഠിച്ചത്? ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ് ഇവിടെ രണ്ടും ഒബേ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് എഴുതാം. ഇത്ര എഴുതിയ 4 സ്റ്റെപ്പ് സെന്റൻസ് ആയിട്ട് തന്നെയാണ് എഴുതി വെച്ചത്. ഓക്കെ, ഇനി നമുക്ക് dB proportional to IDL sin theta by r square. IDL sin theta by r square. ഇതാണ് ഇക്വേഷൻ. dB proportional to IDL sin theta by r square. I എന്താണ്? കറന്റ്. dl എന്താണ്? ലെങ്ത്. sin theta angle between. r square distance. ഇനി നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാം. dB is equal to mu 0 by 4 pi to IDL sin theta by r square. mu 0 by 4 pi. അത് പെർമിയബിലിറ്റി കോൺസ്റ്റന്റ് മാറ്റിയിട്ട് നമ്മൾ മറ്റേതിൽ എപ്സിലോൺ 0 ഇട്ടില്ലേ, 1 by 4 pi എപ്സിലോൺ 0 കൊടുത്തില്ലേ, അതുപോലെ സെയിം തന്നെ ഇവിടെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് mu 0 by 4 pi. ഞാൻ പറഞ്ഞ കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പൊ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യാനുള്ളതായി. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്കിൽ സ്റ്റാർട്ട് ചെയ്തത് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പഠിച്ച് അല്ലെ, ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് പഠിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പഠിച്ചത് കൂളംസ് ലോയാ പറഞ്ഞത്. അപ്പൊ കൂളംസ് ലോ ഇവിടെ നമ്മളിപ്പോ ഫസ്റ്റ് പഠിച്ച് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ രണ്ടും കമ്പയർ ചെയ്യാം. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പഠിക്കുമ്പോൾ അവിടെ എന്താ വരുന്നത്? ഇലക്ട്രിക് ഫീൽഡ്. അതിന്റെ യൂണിറ്റ് നോക്കുക. ഇവിടെ എന്താ പഠിച്ചത്? ടെസ്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ എന്താ പഠിച്ചത്? ബയോട്ട് സാവാർട്സ് ലോ പഠിച്ച്. അവിടെ നമ്മൾ പഠിച്ചത് കൂളംസ് ലോ. അപ്പൊ കൂളംസ് ലോ പറഞ്ഞു നോക്കുക. അതിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ തന്നെ അടുത്തത് ബയോട്ട് സാവാർട്സ് ലോ. അപ്പൊ രണ്ട് ചാപ്റ്റർ കൂടെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ചാപ്റ്റർ ആയിട്ട് അങ്ങ് പോകും. പെട്ടെന്ന് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഡിഫറൻസ് എഴുതാൻ ചോദിക്കും. ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ ബയോട്ട് സാവാർട്സ് ലോ ആൻഡ് കൂളംസ് ലോ ചോദിക്കും. ഇതിന്റെ സിമിലാരിറ്റീസ് എന്താണ്, ഡിസിമിലാരിറ്റീസ് എന്താണ്, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ചോദിക്കും. സിമിലാരിറ്റീസ് ചോദിക്കും, ഡിസിമിലാരിറ്റീസ് ചോദിക്കും. ഇപ്പൊ ഇത്ര എഴുതിയ ഇക്വേഷൻ ഒന്ന് ബോക്സ് ചെയ്തേ. dB is equal to mu 0 by 4 pi IDL sin theta by r square. ബയോട്ട് സാവാർട്സ് ലോ മനസ്സിലായ? ഇതിപ്പോ തന്നെ പഠിക്കണം കേട്ടോ. വേഗം പഠിച്ചത് ചെറിയൊരു ലോ ആണ്. പെട്ടെന്ന് പഠിച്ചാൽ മെറ്റീരിയൽ പഠിച്ചു തന്നെ വെക്കും. രണ്ട് കാര്യം പഠിച്ചിട്ടുള്ളൂ. ഞാൻ പഠിച്ച മാഗ്നറ്റിക് ഫീൽഡും എന്താന്ന് പഠിക്കും, ബയോട്ട് സാവാർട്സ് ലോയും പഠിച്ച് വേഗം എഴുതി കാണിച്ചോ. പെട്ടെന്ന് കഴിഞ്ഞ അപ്പൊ ആ ചാപ്റ്റർ നമ്മൾ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമില്ല. സിമ്പിൾ ആണ്. ആകെ 4 കാര്യം മാത്രം ഓർത്താൽ മതി. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് I. പിന്നെ എന്താ പഠിച്ചത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ DL. പിന്നെ എന്താ പഠിച്ചത്? sin theta. പിന്നെ പഠിച്ചത് 1 by r square. ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് dB is equal to mu 0 by 4 pi IDL sin theta by r square എന്ന് കിട്ടി. ഇതാണ് ബയോട്ട് സാവാർട്സ് ലോയുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി mu 0 എന്താന്ന് എഴുതിക്കോ. mu 0 പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം. നമ്മൾ മറ്റേ എപ്സിലോൺ 0 എന്താ പഠിച്ചത്? പെർമിറ്റിവിറ്റി എന്നല്ലേ പഠിച്ചത്. ഇത് പെർമിയബിലിറ്റി. mu 0 is the permeability of the medium. mu 0 is the permeability of the medium. ഒരു കാര്യം കൂടി നോട്ട് ചെയ്യണേ. mu 0യുടെ വാല്യൂ 4 pi into 10 raised to minus 7. mu 0 equal to 4 pi into 10 raised to minus 7. അവിടെ എപ്സിലോൺ 0, ഇവിടെ mu 0. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എപ്സിലോൺ 0 ആണ് പഠിച്ചെങ്കിൽ ഇവിടെ എന്താണ്? mu 0. അതെന്തായിരുന്നു? പെർമിറ്റിവിറ്റി. ഇത് പെർമിയബിലിറ്റി. വാല്യൂ നോക്കണേ. mu 0 equal to 4 pi into 10 raised to minus 7. ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതാണ് ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് പറയാനുണ്ട് ഇപ്പൊ തന്നെ പഠിച്ചെഴുതി കാണിക്കണം. ടൈം കുഴപ്പമില്ല, വേഗം പഠിച്ചു.